ഞാൻ ആപ്കോ ഹുണ്ടായിൽ സെയിൽസ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളെ ഓൾ ന്യൂ ക്രെറ്റ ഇ വി ആണ്. നമുക്ക് ഇ വിയിലെ 2 ബാറ്ററി പാക്കേജുള്ള വെഹിക്കിളാണ് വരുന്നത്. ഒന്ന് 390 കിലോമീറ്റർ ഓടുന്നതും ഒന്ന് 473 കിലോമീറ്റർ ഓടുന്നതും. ഈ ഒരു വെഹിക്കിൾ 390 കിലോമീറ്റർ ഓടുന്ന ടോപ്പ് ഓഫ് ദി ലൈൻ പ്രീമിയം HC മോഡലാണ്. ഹോം ചാർജർ ഇൻക്ലൂഡ് ചെയ്യുന്ന മോഡലാണ്. നമുക്ക് ക്രെറ്റ ഇ വിയിൽ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു പിക്സൽ ഡിസൈനുള്ള ഗ്രിൽസ് വരുന്നുണ്ട്. അത് ഒരു SUV ക്യാരക്ടർ നിലനിർത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നത് ഫ്രണ്ടിലാണ്. ഇതിൽ AC DC ചാർജിങ് ചെയ്യാം. പിന്നെ നമുക്ക് നോർമൽ ക്രെറ്റയിൽ വന്ന പോലെ തന്നെ DRLs മിഡിൽ തന്നെ വരുന്നത്. പക്ഷേ ഇത് ഇലക്ട്രിക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഇവിടെയും വരുന്നുണ്ട് LED ലൈറ്റ്സ്. പിന്നെ നമുക്ക് ആക്റ്റീവ് എയർ ഫ്ലാപ്സ് വരുന്നുണ്ട് 2. ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ കാണാം. പിന്നെ നമുക്ക് വീൽ സൈസ് വരുന്നത് 17 ഇഞ്ചാണ്. എയറോഡൈനാമിക് വീൽസാണ് വരുന്നത്. ആൻറ്റി റോളിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു ടയറിൽ. ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഡ്രൈവേഴ്സ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് വരുന്നുണ്ട് പ്രീമിയം ഓപ്ഷനിൽ. പിന്നെ നമുക്ക് റൈഡ് ബൈ വയറാണ് വരുന്നത് ഗിയർ സെലക്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പം ആംബിയൻ ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് മോഡ്സ് എല്ലാം സെൻട്രൽ കൺസോൾ മേലാണ് വരുന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്, ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ ക്യാമറ ഫംഗ്ഷനും ഈ സെൻട്രൽ കൺസോളിലാണ് വരുന്നത്. പിന്നെ നമുക്ക് വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നോർമൽ ക്രെറ്റയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇലക്ട്രിക് ക്രെറ്റയിലേക്ക് വരുമ്പോൾ ഡ്രൈവർ സൈഡ് മാത്രം നമുക്ക് AC കൺട്രോൾ വരും. നമുക്ക് എയർ ഡ്രൈവർ സൈഡ് മാത്രം ആക്കാം. 10.25 ഇഞ്ച് വരുന്ന ടച്ച് സ്ക്രീന് നമുക്ക് ബേസ് മോഡലോട്ട് വരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ വേരിയൻ്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ പ്രീമിയത്തിലേക്ക് വരുമ്പോൾ ബ്ലൂ ലിങ്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പനറോമിക് സൺറൂഫ് വരുന്നുണ്ട്, സൺഗ്ലാസ് ഹോൾഡറും വരുന്നുണ്ട്. ഇത്ര ലെഗ് സ്പേസും വരുന്നുണ്ട്. ലെഗ് സ്പേസിനൊന്നും യാതൊരു കുറവില്ല, നോർമൽ ക്രെറ്റയിൽ വരുന്ന പോലെ തന്നെ. പിന്നെ റിയർ സൺഷെയ്ഡ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഉപയോഗിച്ച സ്പീക്കേഴ്സ് ബോസിൻ്റെ സ്പീക്കേഴ്സാണ് വിത്ത് സബ് വൂഫർ. പിന്നെ റിയർ AC വെൻസ് വരുന്നുണ്ട്. പിന്നെ റിയർ ചാർജിങ് പോർട്ട്സ് ഉണ്ട്, അത് C കേബിളാണ് വരുന്നത്. നമുക്ക് റിയറിലേക്ക് വരുമ്പോൾ ബൂട്ട് സ്പേസ് വരുന്നത് 433 ലിറ്റേഴ്സാണ്. നമുക്ക് ഈ ഒരു വേരിയൻറ്റ് പ്രീമിയം ആയതുകൊണ്ട്, പ്രീമിയം HC ആയതുകൊണ്ട് ഹോം ചാർജർ ഇൻക്ലൂഡഡ് ആണ്, അതാണ് ഈ കാണുന്നത്. പിന്നെ നോർമൽ ചാർജറും ഇൻക്ലൂഡഡ് ആണ്. നോർമൽ ചാർജർ നമ്മൾ ബേസ് വേരിയൻ്റ് തൊട്ട് നോർമൽ ചാർജർ വണ്ടിയിൽ ഇൻക്ലൂഡഡ് ആയി. നമുക്ക് ബോണറ്റ് തുറന്നാൽ മെയിനായിട്ട് കാണാൻ പറ്റുക മോട്ടറാണ്. എഞ്ചിനും കാര്യങ്ങളും യാതൊന്നും വരുന്നില്ല, മോട്ടർ മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് വണ്ടീൻ്റെ താഴെ വശമാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താഴെ എൻ്റെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേറെ ഇലക്ട്രിക് കാറിനോ അല്ലെങ്കിൽ മറ്റു ഹ്യുണ്ടായി വെഹിക്കിൾസിന് എൻക്വയറി ചെയ്യുകയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം.